സാർ, കേരളത്തിൻ്റെ ഭാവിയെ മുന്നിൽ കണ്ട് പ്രതിസന്ധികളിൽ നിന്ന് പ്രതീക്ഷയിലേക്കും മുരടിപ്പിൽ നിന്ന് മുന്നേറ്റത്തിലേക്കും സംസ്ഥാനത്തെ നയിക്കാൻ ലക്ഷ്യമിട്ട് അവതരിപ്പിച്ച ബഡ്ജറ്റിനെ പൂർണ്ണ ഹൃദയത്തോടെ പിന്തുണയ്ക്കുന്നു. സാർ, ഒരു പതിറ്റാണ്ടുകാലം കേരളം പരീക്ഷണങ്ങളുടെ പേരിൽ നടപ്പിലാക്കിയ തുഗ്ലക് പരിഷ്കാരങ്ങളുടെ ദുരിതഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വികസന പദ്ധതികൾ മുരടിച്ചു, നിക്ഷേപകർ കേരളത്തെ ഒഴിവാക്കി, സാമ്പത്തിക അച്ചടക്കം തകർന്നു, കടബാധ്യത കുത്തനെ ഉയർന്നു, യുവാക്കൾ തൊഴിൽ തേടി അന്യസംസ്ഥാനത്ത് പോകുന്ന സാഹചര്യം വർദ്ധിച്ചു. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് കേരള ജനത വലിയ പ്രതീക്ഷയോടെ LDF സർക്കാരിനെ പുറത്താക്കി UDFനെ ഭരണത്തിലേറ്റിയത്. ആ ജനവിധിയുടെ ആത്മാവിനെ ഉൾക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് കേവലം വരവ് ചെലവ് കണക്കാക്കുന്ന രേഖയല്ല, മറിച്ച് ഭാവി കേരളത്തിൻ്റെ വികസന രേഖയാണ്. ഇന്നത്തെ ആവശ്യങ്ങൾ മാത്രം പരിഗണിക്കാതെ വരും തലമുറകളുടെ കേരളത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടാണ് ഈ ബഡ്ജറ്റിലുള്ളത്. ജെൻസി തലമുറയുടെ അഭിരുചികളും തൊഴിൽ സാധ്യതകളും സംരംഭകത്വ സാധ്യതകളും മുന്നിൽ കണ്ടുള്ള പദ്ധതികൾ ഈ ബഡ്ജറ്റിൻ്റെ പ്രത്യേകതയാണ്. സർ, ഈ ബഡ്ജറ്റിനെ വിമർശിക്കുന്നവർ ആദ്യം കഴിഞ്ഞ 10 വർഷത്തെ സ്വന്തം ഭരണത്തിൻ്റെ കണക്കെടുപ്പ് നടത്തണം. കേരളത്തിലെ ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകി വഞ്ചിച്ച നിരവധി പദ്ധതികൾ ഇന്ന് പരാജയത്തിൻ്റെ സ്മാരകങ്ങളായി മാറി. അതിൻ്റെ ആദ്യത്തെ വലിയ ഉദാഹരണം കേരള ബാങ്കാണ്. സാർ, ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന 14 ജില്ലാ ബാങ്കുകളെ ഇല്ലാതാക്കി ഉണ്ടാക്കിയ കേരള ബാങ്കിൻ്റെ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. സാർ, ജില്ലാ ബാങ്കുകൾ സംസ്ഥാന സർക്കാരിനും KSRTC ഉൾപ്പെടെയുള്ള സപ്ലൈകോ ഉൾപ്പെടെയുള്ളവർക്ക് വലിയൊരു താങ്ങായിരുന്നു. സാർ, എന്നാൽ ഇന്ന് നെൽകർഷകർക്ക് നെല്ലുവില നൽകാൻ പോലും കഴിയാത്ത രീതിയിൽ കേരള ബാങ്ക് റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലായി. മറ്റൊന്ന് ലൈഫ് മിഷൻ്റെ പേരിൽ ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ്. സാർ, ജനങ്ങളെ വഞ്ചിച്ച് പൂർണ്ണമായി പരാജയപ്പെട്ട പദ്ധതിയായി. എൻ്റെ ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ നിർമ്മിക്കുന്നുവെന്ന് പറയപ്പെട്ട ഫ്ലാറ്റ് സമുച്ചയം 9 വർഷത്തോളമായി വെറും അസ്ഥികൂടമായി നിൽക്കുകയാണ്. സാർ, വികസന പ്രവർത്തനങ്ങൾ വകുപ്പുകൾ ടെൻഡർ ചെയ്ത് നടപ്പാക്കുന്നതിന് പകരം വിവിധ കോർപ്പറേഷൻ ബോർഡുകൾ വഴി പണികൾ ചെയ്യാൻ ശ്രമിച്ചത് പരാജയവും അഴിമതി നിറഞ്ഞതുമായിരുന്നു. സാർ, കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, റോഡ് ഫണ്ട് ബോർഡ് പോലെ ഒട്ടേറെ കോർപ്പറേഷനും ബോർഡുകളും റിട്ടയർഡ് ഉദ്യോഗസ്ഥരെ നിറച്ച സ്ഥാപനങ്ങൾ ഇതിനുദാഹരണങ്ങളാണ്. സാർ, കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെയ്ത അഴിമതി നിറഞ്ഞ പരാജയപ്പെട്ട എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരു പദ്ധതിയാണ് കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതി. 25 കോടിയിലധികം രൂപ ചെലവഴിച്ച് 365 ദിവസവും വെള്ളം നൽകാമെന്ന് പറഞ്ഞ് 5 പദ്ധതികൾ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഒരു ദിവസം പോലും വെള്ളം നൽകാൻ കഴിയാതെ കർഷകരെ വഞ്ചിച്ചിരിക്കുകയാണ്. ജലസംരക്ഷണത്തിൻ്റെയും കൃഷി ഉൽപ്പാദന വർധനവിൻ്റെയും പേരിൽ വലിയ പ്രചാരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. എന്നാൽ പ്രാദേശിക സാഹചര്യങ്ങൾ പഠിക്കാതെയും കർഷകരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ മനസ്സിലാക്കാതെയും പദ്ധതികൾ അടിച്ചേൽപ്പിച്ചപ്പോൾ അതിൽ നിന്ന് കർഷകന് വെള്ളമെത്തിക്കാൻ കഴിയാത്ത പദ്ധതി വൻ പരാജയമായി. ഇതെല്ലാം കഴിഞ്ഞ സർക്കാരിൻ്റെ തുഗ്ലക് പരിഷ്കാരങ്ങളുടെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ്. KRail പോലെ KFON പോലെ ഒട്ടേറെ പദ്ധതികൾ കഴിഞ്ഞ 10 വർഷത്തിൽ കോടികൾ ചെലവിട്ട് പരാജയപ്പെട്ട പദ്ധതികളാണ്. സാർ, കേരളത്തിൽ ഏറ്റവും അധികം തെങ്ങ് കൃഷിയുള്ള നിയോജകമണ്ഡലം എൻ്റെ നിയോജകമണ്ഡലമാണ്. സാർ, അതുകൊണ്ട് തന്നെ കള്ളുൽപാദനവും ഏറ്റവും അധികം ഉള്ളതും എൻ്റെ നിയോജകമണ്ഡലത്തിലാണ്. സാർ, എന്നാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് സ്പിരിറ്റ് ലോബി ഈ കള്ളുൽപാദന മേഖലയിൽ കടന്നുകൂടി ചിറ്റൂരിന് വലിയൊരു ചീത്തപ്പേരുണ്ടാക്കിയിരിക്കുകയാണ്. സാർ, 30,000-ഓളം കറവ പശുക്കളുള്ളതും ക്ഷീര കർഷകർ ഏറെയുള്ളതുമായ മണ്ഡലമാണ്. സാർ, ചിറ്റൂർ കേരളത്തിലെ ഏറ്റവും അധികം പാൽ ഉൽപ്പാദിപ്പിക്കുന്ന എൻ്റെ നിയോജക മണ്ഡലത്തിലാണെന്ന് അഭിമാനത്തോട് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. സാർ, ജലക്ഷാമം രൂക്ഷമാകുമ്പോഴും കൃഷി പ്രതിസന്ധിയിലാകുമ്പോഴും കുഴൽക്കിണറിലൂടെ വെള്ളം കണ്ടെത്താൻ ശ്രമിച്ച കർഷകർക്ക് 3 HP-യിൽ കൂടുതൽ മോട്ടോർ ഉപയോഗിക്കാൻ പാടില്ലെന്ന നിയന്ത്രണം ഏർപ്പെടുത്തി ചിറ്റൂരിലെ കർഷകരെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു. സാർ, സർക്കാർ പദ്ധതിയിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നവരെ കുഴൽക്കിണറിന് നിയന്ത്രണം വയ്ക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. സാർ, മഴനിഴൽ പ്രദേശമായ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ നെൽകൃഷി, തെങ്ങ്, വാഴ, കവുങ്ങ്, പച്ചക്കറികൾ എന്നിവയ്ക്കൊപ്പം ക്ഷീര കർഷകർ ഏറെയുള്ള കേരളത്തിലെ ഏറ്റവും രൂക്ഷമായ
ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലൊന്നാണ് സാർ ചിറ്റൂർ. ഇവിടുത്തെ കർഷകർക്ക് വേണ്ടത് കടലാസിലെ പദ്ധതികളല്ല, ഉറപ്പുള്ള ജലലഭ്യതയാണ്. ഒരു കാലത്ത് ചിറ്റൂർ പുഴയിലൂടെ പ്രതിവർഷം 90 TMC-ലധികം വെള്ളം ഒഴുകിയിരുന്നതാണ് സാർ. പറമ്പിക്കുളം ആളിയാർ ഡാമുകളും കരാറുകളും വന്നതോടെ അത് 7.2 TMC ആയി കുറഞ്ഞു സാർ. കരാർ എഴുതിയവർ പാലക്കാട് ജില്ലയിലെ ജനതയെ വഞ്ചിച്ചാണ് കരാറിൽ ഒപ്പിട്ടത്. 30 വർഷത്തിലൊരിക്കൽ കരാർ പുനരവലോകനം നടത്തണമെന്നിരിക്കെ 1958 ഒപ്പിട്ട കരാർ ഇതുവരെ പുനരവലോകനം നടത്താൻ ശ്രമിച്ചിട്ടില്ല സാർ. ഇവിടെയാണ് കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിൻ്റെ ഗുരുതര വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നത് സാർ. ചിറ്റൂർ മേഖലയിലെ ജീവിതത്തിൻ്റെയും കൃഷിയുടെയും ജീവനാഡിയായ പറമ്പിക്കുളം ആളിയാർ കരാർ പുതുക്കുന്നതിന് ആവശ്യമായ രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിച്ചില്ല സാർ. 6 മാസം കൊണ്ട് കരാർ പുതുക്കുമെന്നും അവകാശപ്പെട്ട് 2016 അധികാരത്തിലേറിയ ഇടതുപക്ഷം 10 വർഷവും അതിനുവേണ്ടി ഒരു ചെറുവിരൽ അനക്കില്ല സാർ. വർഷങ്ങളായി കർഷകരും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടിട്ടും തമിഴ്നാടുമായി ഫലപ്രദമായ ചർച്ച നടത്തി കരാർ പുതുക്കാൻ യാതൊരു ഗൗരവപരമായ ഇടപെടലും ഉണ്ടായില്ല. കേരളത്തിന് ലഭിക്കുന്ന 7.25 TMC വെള്ളത്തിലെ 1 TMC വെള്ളം ചോർത്തി 125 കിലോമീറ്റർ അകലെയുള്ള ഒട്ടം ചത്രം എന്ന മുനിസിപ്പാലിറ്റിയും പരിസര ഗ്രാമപഞ്ചായത്തുകളിലേക്കും കുടിവെള്ള പദ്ധതി ആരംഭിക്കാൻ തമിഴ്നാട് സർക്കാർ ടെൻഡർ ചെയ്തിട്ടും ഇടതുപക്ഷ സർക്കാർ കണ്ടില്ലെന്നടിക്കുകയായിരുന്നു സാർ. അതിനെതിരെ ചിറ്റൂരിലെ കർഷകരും രാഷ്ട്രീയ പാർട്ടികളും ഹർത്താൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. ഇതിനെ തുടർന്ന് മാത്രമാണ് ഒരു കത്ത് തമിഴ്നാട് സർക്കാരിന് അയക്കാൻ തയ്യാറായത്. ഇത് ആ സർക്കാരിൻ്റെ ജനതയോടുള്ള നിരുത്തരവാദിത്തമാണ് സൂചിപ്പിക്കുന്നത് സാർ. ജലക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ തമിഴ്നാടുമായി എത്രയും പെട്ടെന്ന് ചർച്ച നടത്തി പാഴായി പോകുന്ന വെള്ളം ഇരു സംസ്ഥാനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന തരത്തിൽ കരാർ പുനരവലോകനം നടത്താൻ കഴിയും. ഇതോടെ പാലക്കാട് ജില്ലയിലെ ജലക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാനാവും. പാലക്കാട് ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ കൃഷികൾ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ ജലലഭ്യത ഉറപ്പുവരുത്തണം. അതിന് പറമ്പിക്കുളം ആളിയാർ കരാർ പുനരവലോകനം ചെയ്യണം സാർ. ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയ കാര്യങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങിയ സർക്കാരിൻ്റെ ആത്മവിശ്വാസമാണ് ഈ ബഡ്ജറ്റിൽ കാണുന്നത്. ഇത് വെറും പ്രഖ്യാപനങ്ങളുടെ ബഡ്ജറ്റല്ല, സാമൂഹിക സുരക്ഷയും സാമ്പത്തിക വളർച്ചയും ഒരുപോലെ ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന ബഡ്ജറ്റാണ്. അതിനാൽ കഴിഞ്ഞ 10 വർഷത്തെ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഭാവി കേരളത്തിൻ്റെ വളർച്ചയ്ക്കും യുവതലമുറയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനും കർഷകരുടെയും സാധാരണക്കാരുടെയും പ്രതീക്ഷകൾക്ക് കരുത്തേകാനും ലക്ഷ്യമിടുന്ന ഈ ബഡ്ജറ്റിനെ ഞാൻ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു സാർ.